വീണ്ടും രാജ്ഭവനിലെ ഭാരതാംബ വിഷയമായിരിക്കുകയാണ്. മന്ത്രി ശിവൻകുട്ടി ഒരുങ്ങി തന്നെയാണോ ഈ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത് എന്നൊരു സംശയം ഉന്നയിക്കുന്നുണ്ട്. കാരണം അവിടെ രാജ്ഭവനിലെ ഇടത് അനുകൂല ആൾക്കാരുണ്ട്, നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള വരവായിരിക്കാം ഒന്നാമത്തേത്. അത് രണ്ടാമത്തെ, ഈ ഭാരതാംബ വിഷയം ഇത്രത്തോളം ഇതാക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടോ? ഇതിപ്പോ ഗവർണറല്ല, ശിവൻകുട്ടിയാണ് ഭാരതാംബയെ വെച്ച് കൃഷി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എന്തിനായി രാജ്ഭവനിൽ കൊണ്ടുപോയി ഈ പരിപാടി നടത്തിയത്? ഭാരതാംബയുടെ ചിത്രം അവിടെ ഉണ്ടെന്നറിഞ്ഞ് മന്ത്രി പ്രസാദ് പോകാതിരുന്നതല്ലേ? അപ്പോൾ നേരത്തെ തന്നെ അറിയാമല്ലോ ഭാരതാംബയോടെ ഉണ്ട്. നിങ്ങൾക്ക് ഭാരതാംബയോട് അത്രയും വിരോധമാണെങ്കിൽ നിങ്ങൾ എന്തിനാ അതിനകത്തോട്ട് പോകുന്നത്? നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എന്തുമാത്രം ഹാളുകളുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ബിസി ആണെങ്കിൽ AKG സെൻറ്ററിൽ കൊണ്ടുപോയി നടത്തരുതോ? AKG സെൻറ്റർ എന്നിട്ട് ഇദ്ദേഹം അധ്യക്ഷനായിരുന്ന ഈ പരിപാടിയിൽ അദ്ദേഹം വളരെ താമസിച്ചാണ് എത്തിയത്. ഈ പറഞ്ഞോണം ദേശീയഗാനം ഒക്കെ ആലപിച്ചതിന് ശേഷം വരാത്തത് കൊണ്ട് അദ്ദേഹം ഗവർണർ എന്ത് ചെയ്തു, ഭാരതാംബ ചിത്രത്തിൽ പുഷ്പം അർപ്പിച്ച് അദ്ദേഹം ചടങ്ങ് ആരംഭിക്കുകയാണ് ചെയ്തത്. അതെ, അദ്ദേഹം അവിടെ ഇങ്ങനെ ഒരു ബുക്കിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം, നമ്മൾ ഈ സ്കൂളിൽ സത്യപ്രതിജ്ഞ ചെയ്യുമല്ലോ, ഭാരതം എൻ്റെ നാടാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണെന്ന് പറയുന്നവർ, ബഹുമാനപ്പെട്ട ഗവർണർ ക്ഷമിക്കണം, എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവിടെ ഭാരതാംബയുടെ പടം ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പരിപാടി പങ്കെടുക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കണം, ഞാൻ പോവുകയാണ്. എഴുതിക്കൊണ്ട് വന്നാണ്. അപ്പോൾ ഇത് സ്ക്രിപ്റ്റഡ് ആണ്. ഈ പരിപാടി സ്ക്രിപ്റ്റഡാണ്. കാരണം എന്താണെന്ന് മനസ്സിലായോ രഞ്ജനിക്ക്? എന്താണ് അല്ലേ? എന്താ കാരണം? നിലമ്പൂരിൽ പോളിംഗ് നടക്കുക. അപ്പൊ ഭാരതാംബയെ ഒന്ന് അവഹേളിച്ചത് ഗവർണറെ അല്ല, ഭാരതാംബയാണ്, ഇന്ത്യ എന്ന ബിംബത്തെയാണ്, ആ സ്വത്വത്തെയാണ്. അതിനകത്ത് ഒരു മതവും ഇല്ല, ഭാരതാംബയ്ക്ക് ഒരു മതവുമില്ല, ജാതിയുമില്ല, ഒന്നുമില്ല. ഭാരതാംബയുടെ ഒരു ചിത്രം ആര് വരച്ചത്? അവനീന്ദ്രനാഥ ടാഗോർ, ബംഗാൾ. നമ്മുടെ നൊബേൽ സമ്മാനം നേടിയ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സഹോദരൻ. അപ്പം മൊത്തത്തിൽ ബംഗാളിനെ, ഇന്ത്യയെ മുഴുവൻ ഇവര് പറയുന്ന കൊടിവെച്ച മറ്റേതോ സ്ത്രീയാണെന്ന. ഭാരതാംബ അല്ല, അത് കൊടിവെച്ച മറ്റേതോ സ്ത്രീയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുമ്പിടേണ്ട കാര്യമില്ല. നിങ്ങൾ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നതെന്നും അത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നും നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞ ആ പത്രമുണ്ടല്ലോ, ഏത് പത്രമാണ്? ദി ഹിന്ദു പത്രം. ആ ഹിന്ദു പത്രം എടുത്തു നോക്കൂ. 2 സിംഹങ്ങളുടെ നടുവിലൊരു സ്ത്രീയുണ്ട്. ആരാണെന്ന് ആരും അറിയണമെന്ന് ഇവരെ ചോടിപ്പിക്കുന്ന ഈ കാവിക്കൊടിയാണ്, കാവി നിറത്തിന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ത്രിവർണ്ണ പതാകയിലെ ആദ്യത്തെ നിറം കാവിയാണല്ലോ. ഭരണഘടന മിക്കവാറും ചുമന്ന കളറാക്കുന്നത്. കാവി കളർ മാറ്റിയിട്ട് ചുവന്ന കളറാക്കുക. അല്ല, കാവി കളറുള്ള ഒരു സന്യാസിയുടെ പിന്തുണ അവർ സ്വീകരിച്ചല്ലോ ഈ നിലമ്പൂരിൽ തന്നെ. ഹിന്ദു മഹാസഭ കാവി ഉടുത്തു വന്ന സന്യാസിയെ അവരുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പണ്ട EMS പറഞ്ഞു, എനിക്ക് ഒരു RSSകാരൻ്റെ, CPM കാരൻ, എനിക്ക് ഒരു RSSകാരൻ്റെയും വോട്ട് ആവശ്യമില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, RSS ഒരു ഹിന്ദു സന്നദ്ധ സംഘടനയാണ്, അല്ലാതെ ഒരു വർഗീയ സംഘടനയാണെന്നല്ല പറഞ്ഞത്. എവിടെയാണ് പറഞ്ഞത്? ഈ നിയമസഭയിൽ പറയുന്നതാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ളത്. അതിൻ്റെ രേഖ നിയമസഭയുടെ ലൈബ്രറിയിലുണ്ട്. EMS ഹിന്ദു സന്നദ്ധ സംഘടന എന്നാണ് വിശേഷിപ്പിച്ചത്. ഇനി ഭാരതാംബയെ കണ്ടിട്ട് ഹാലിളകുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണല്ലോ ഒരു കാവ്യനീതി പോലെ M. ഗോവിന്ദൻ പറഞ്ഞത്, RSSുമായിട്ട് ഞങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പറഞ്ഞു. BJPയെ മാത്രമല്ല അവർ സഹായിച്ചിട്ടുള്ളത്, ഇന്ദിരാഗാന്ധിയെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അനാവശ്യമായിട്ടുള്ള വിഷയങ്ങളിലേക്കാണ്. ഇപ്പൊ ആദ്യം ഭാരതാംബയെ പറ്റിയായിരുന്നു, പിന്നെ ഭാരതാംബയുടെ ചിത്രത്തിൽ ഇന്ത്യ എവിടെ പോയി എന്നുള്ള, ഇന്ത്യയുടെ തന്നെ ഈ പകർപ്പല്ല അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളതെന്നുമായി. പിന്നെ മൂന്നാമത്തത് എന്തുവാ, ഈ പറഞ്ഞ കൊടിയുടെ കളർ. ഈ കൊടിയുടെ കളർ പണ്ട് രാജഭരണം ഉണ്ടായിരുന്ന കാലത്തെ ഭാരതത്തിന്റെ കൊടിയാണ്. സഫ്രോൺ ആ കൊടിക്ക് വെള്ളക്കൊടിയായിരുന്നു, ഇവരെന്ത് ചെയ്തു? പച്ചക്കൊടിയായിരുന്നെങ്കിലോ. ഇപ്പൊ ഭാരതാംബയുടെ ചിത്രത്തിൽ ഒരു പച്ചക്കൊടിയാണ് കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തത്? വെള്ളക്കൊടിയായിരുന്നു, ചുവന്ന കൊടിയായിരുന്നെങ്കിലോ. പച്ചക്കൊടിയാണെങ്കിൽ ഒരൊറ്റ പ്രതിഷേധം ഉണ്ടാവില്ല. കൊടി എന്ന് പറയുന്ന ആ സഫ്രോൺ കളർ പണ്ട് കാലങ്ങളിൽ സന്യാസി വര്യന്മാരും അതേപോലെ തന്നെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ, നമ്മുടെ മഹാഭാരത യുദ്ധ കാലഘട്ടങ്ങളിലൊക്കെ എടുക്കുമ്പോൾ അശോക ചക്രവർത്തിയൊക്കെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതേ സെയിം കൊടിയാണ്
അന്ന് ഉപയോഗിച്ചിരുന്നത്. ഭാരതത്തിൻ്റെ കൊടി അതാണ്. അപ്പം അതിന് ആ കൊടിക്കൊരു അത് കൊടുക്കുന്ന ഒരു സങ്കല്പമുണ്ട്. എന്താണോ അത് പ്രദർശിപ്പിക്കുന്നത്, എന്താണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അപ്പം അതിനെ മാനിക്കാതെ അതൊരു ഇതാണ്, അത് രാജ്ഭവനിൽ ഇരുന്നോട്ടെ, അത് നിങ്ങൾ പോയി പുഷ്പാർച്ചന ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പോയി വിളക്ക് കൊളുത്തണമെന്ന് പറഞ്ഞില്ല. അത് അതിനൊക്കെ ഇങ്ങനെ വിമർശനങ്ങൾ ഉയർത്തി കൂടുതൽ ഗവർണറുമായിട്ടുള്ള ബന്ധം വഷളാക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അതിനകത്ത് കുറേ രാജ്യങ്ങൾ കാണുന്നു, അഫ്ഗാനിസ്ഥാൻ മുതലുള്ള എല്ലാ രാജ്യങ്ങളും. ആ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഭാഗമല്ലല്ലോ ആയിരുന്നു. അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നപ്പോൾ ഒരേ സംസ്കാരം പങ്കിടുന്ന രാജ്യങ്ങളായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോലും കാശി എന്ന് പറയുന്ന തീർത്ഥഘട്ടത്തിലേക്ക് ആൾക്കാർ വന്നിരുന്നു. കാശി അവരുടെ കോമൺ ആയിട്ടുള്ള ഒരു തീർത്ഥാടന, അവിടെ വീസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, ഒന്നും വേണ്ട, അവരുടെ പൊതുവായിട്ടുള്ള ഒരു തീർത്ഥാടന ഘട്ടമായിരുന്നു അത്. അങ്ങനെ ഒരു സംസ്കാരം പങ്കിട്ട ഒരു രാജ്യമാണ്, സൈന്ധവ സംസ്കാരം പങ്കിട്ട രാജ്യമാണ്. ആ സംസ്കാരത്തിൻ്റെ ചിഹ്നമാണത്. ഇത് പൊളിറ്റിക്കൽ മാപ്പല്ല. ഇതിന് ഈ രാജ്യങ്ങളില്ലല്ലോ. ഇത് പൊളിറ്റിക്കൽ മാപ്പല്ല, ഒരു ചിത്രകാരൻ്റെ ഭാവനയിലുള്ള ഭാരതാംബയാണിത്. രാജാ രവിവർമ്മ എങ്ങനെയാണോ ദമയന്തിയെ വരയ്ക്കുന്നത്, ക്ലാസിക്കൽ ചിത്രം, അതുപോലെ വരച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത്. ഇതാണോ ദമയന്തി, ഇങ്ങനെയാണോ അന്ന് സാരി ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ചുറ്റിപ്പോകും. ഇതാണോ ചമതയല്ലേ ധരിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ചുറ്റിപ്പോകും. ഇതങ്ങനെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മാപ്പല്ല ഇത്. ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്കുള്ളതല്ല ഇത്. ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തോടെ നമ്മൾ പുലർത്തുന്ന നീതിയവൻ, നിങ്ങളുടെ ചെങ്കൊടിയിൽ കാണുന്ന അരിവാൾ ചുറ്റിക എന്ന് പറയുന്നത് പോലെ, അതുകൊണ്ട് കൊയ്യാനോ അല്ലെങ്കിൽ ആണി അടിച്ച് ഭിത്തിയിൽ കയറ്റാനോ കഴിയുന്നതല്ല. അതൊരു ബിംബമാണ്, ഒരു ബിംബ കൽപ്പനയാണ്. അതുപോലെ ചങ്ങല പൊട്ടിക്കുക, ആ ചങ്ങല അല്ല. എന്നിട്ട് ഗവർണർ 2 ദിവസം മുമ്പുള്ള പത്രവാർത്തയിലൊക്കെ നമ്മൾ കണ്ടതാണ്, ചില പുരസ്കാര ചടങ്ങുകൾക്കും ചില സർക്കാരിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾക്കും ഞാൻ ഭാരതാംബ ചിത്രത്തിൽ ഈ പറഞ്ഞോണം പുഷ്പാർച്ചനയൊന്നും നടത്തുന്നില്ല, അല്ലെങ്കിൽ ആ ചിത്രമില്ല, ആ ചിത്രം ഒഴിച്ചുള്ള ചടങ്ങ് നടത്തുമെന്ന് ഗവർണർ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അങ്ങോട്ട് എന്ന് പിന്നെയും വാങ്ങിച്ചു കിട്ടിക്കൊണ്ട് വരുന്നത്. അദ്ദേഹത്തിനോട് ആരും വിളക്ക് കത്തിക്കാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം ഗവർണർ തീരുമാനിച്ചു, ഇനി മാറ്റുന്ന പ്രശ്നമില്ല, അതിൽ പങ്കെടുക്കുന്നവർ പങ്കെടുത്താൽ. അതെ, അദ്ദേഹത്തിന് ഭാരതാംബയെ ബഹുമാനിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല. ആ അവകാശം എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഇനി ഒന്നുകൂടെ പറയാം, അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കൂ, ഒരു കുഴപ്പമില്ല, ആരും ഒരു കോൺട്രവേഴ്സി ഉന്നയിക്കുന്നില്ല. ഈ ഭരണ സ്ഥിരാകേന്ദ്രത്തിൻ്റെ തൊട്ട് മൂക്കിന് താഴെ തന്നെ പോലീസ് ട്രെയിനിങ്, റിപ്പോർട്ടർ ചാനലിലുണ്ടല്ലോ, ഈ രക്ഷാദൗത്യം ഏറ്റെടുക്കുന്ന പിണറായിക്ക് വേണ്ടി, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പോലീസ് ട്രെയിനിങ് കോളേജ് ഉണ്ട്. നിങ്ങൾ പോയി നോക്കൂ, അവിടെ പോലീസ് ട്രെയിനിങ് കോളേജ് എന്നുള്ള ബോർഡിന് കീഴിൽ തന്നെ ഹനുമാൻ ക്ഷേത്രത്തിലെ ദർശന സമയം എഴുതി വെച്ചിട്ടുണ്ട്. നടന്നു ചെന്നാൽ നമുക്കും തൊഴാം അവിടെ. ആർക്കും, മുസ്ലിങ്ങളായിട്ടുള്ളവരും ക്രിസ്ത്യാനികളായിട്ടും എല്ലാം പോലീസായി ട്രെയിൻ ചെയ്യുന്ന കോളേജ് തായ്ക്കാട് അവിടെയുണ്ട്. എന്താ, ഹനുമാൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു സങ്കല്പം, നമ്മുടെ സ്പീക്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു മിത്താണ്. ആ മിത്ത് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. EMSന്റെ കാലം തൊട്ട് അവിടെ ഉണ്ട്. ആ മിത്ത് അവിടെ ഉണ്ട്. ശക്തിയുടെ ഒരു ബിംബമായിട്ടാണ്, ഒരു ബിംബ കൽപ്പനയായിട്ടാണ്, പ്രതീകമായിട്ടാണ് അതിനെ കരുതുന്നത്. ആർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനല്ലേ, പിണറായി വിജയൻ്റെ കീഴിലല്ലേ ഈ അതെ ഹനുമാൻ ക്ഷേത്രം നിലനിൽക്കുന്ന, പൂജകളും നടക്കാറുണ്ട് അവിടെ, പൂജാ സമയങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഭരണഘടന അനുസരിച്ചുള്ളതാണോ? എന്താ നിങ്ങൾ മാറ്റാത്തത്? അതുപോലെ അതും എടുത്തും എടുത്തു മാറ്റുന്നൊന്ന് കാണട്ടെ. ചുണയുണ്ടോ നിങ്ങൾക്ക് അത് എടുത്തു മാറ്റാൻ? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം, ഏതെങ്കിലും ദേവനെ അല്ലല്ലോ അദ്ദേഹം കൊണ്ടുവച്ചത്. അദ്ദേഹം ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഒരു ഓഫീസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മേശപ്പുറത്ത് ചിലപ്പോൾ നമ്മളൊരു യേശു ക്രിസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഗണപതിയുടെയോ എന്തെങ്കിലും ഒരു ചെറിയ നമ്മുടെ കാറിലൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പം അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്ത് അദ്ദേഹം അത് വെച്ചോട്ടെ, അദ്ദേഹം അത് പൂജിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകൾ തുടങ്ങിക്കോട്ടെ. ഇതിന് എന്തിനാണ് ഒച്ചപ്പാടം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭരണഘടന ഇത് വ്യവസ്ഥിതിയുള്ള ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ വെക്കാൻ പാടില്ല, ഒരു സ്ഥാനത്ത് അങ്ങനെ വെക്കാൻ പാടില്ല. അത് അദ്ദേഹം ഇരിക്കുന്നിടമാണ്. നാളെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ പടം ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അതായത് ഈ റിപ്പോർട്ടർ ചാനൽ എപ്പോഴും ഇതിനെ പിന്തുണച്ചുകൊണ്ട്, ഇത് പൊതുസ്വത്തല്ലേ എന്ന് ചോദിച്ച റിപ്പോർട്ടർ ചാനൽ നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് പോലീസ് ട്രെയിനിങ് കോളേജ്. അവിടെ ഇരുന്നാൽ കാണാം ഇത് പോലീസ് ട്രെയിനിങ് കോളേജ് ഹനുമാൻ ക്ഷേത്രം എന്ന് എഴുതിയിരിക്കുന്നത്. എന്തേ നിങ്ങൾ അതിനെ എതിർക്കാത്തത്? ഹിന്ദു ബിംബമാണല്ലോ. എന്തേ നിങ്ങളത് സംഘപരിവാറിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്തേ അതിനെതിരെ വിപ്ലവം നയിക്കാത്ത ഇത്രയും കാലമായിട്ട് അത് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നത്? എന്തേ ആൾക്കാർ കയറി അവിടെ തൊഴുന്നില്ലേ? നിരുപദ്രവമായിട്ടുള്ളൊരു പ്രവൃത്തി. ആ സൗഖ്യവും ആ സമാധാനവും അല്ലേ നമുക്ക് വേണ്ടത്? ചുമ്മാ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങൾ കോർ ഇഷ്യൂസിനെ രഞ്ജിനി മുമ്പേ പറഞ്ഞതുപോലെ അഡ്രസ്സ് ചെയ്യുന്നില്ല. മെഡിക്കൽ കോളേജിൻ്റെ നിലത്ത് കിടക്കുന്ന രോഗികൾ, കുട്ടികൾ ഉൾപ്പെടെ എലി കടിച്ചുകൊണ്ട് അവിടെ എലിയുടെ കടിയേറ്റ് അവിടെ കിടക്കുന്നവർ. ഇതാണ് നിങ്ങളുടെ ആരോഗ്യരംഗം. നടു റോഡുകളിൽ പട്ടികൾ
40 പേരെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കടിച്ചത്. എന്ത് പരിഹാരമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ കണ്ണൂരിലെ സദാചാര ഗൂണ്ടായിസം, ഒരു കുട്ടി മരിച്ചില്ലേ, പെൺകുട്ടി, 40 വയസ്സുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയല്ലേ മരിച്ചത്? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ കോർ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാതെ കണ്ട് നിങ്ങൾ കപ്പലിൽ നിന്നുണ്ടാകുന്ന ദുഷിച്ച വാതകങ്ങൾ മൂലം മീനിനുണ്ടാകുന്ന പ്രശ്നം, അതുപോലെ തന്നെ ശംഖുമുഖം മുഴുവൻ തകർന്നു. അവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മഴയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ രാജ്ഭവനിൽ പാവം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അവിടെ ഒരു പടം വെച്ചു. അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് കേക്കുമായിട്ട് വന്നപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് ഈ സംഘപരിവാർ, അത് RSSകാരനാണ്, ദേശഭക്തി ഉള്ളവനാണ്, ദേശഭക്തി കാണിക്കും. നിങ്ങൾക്ക് ദേശഭക്തി ഇല്ലെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ദേശഭക്തി പാടില്ലെന്ന് നിങ്ങൾക്ക് DYFIക്കാർ അവിടെ ഇപ്പോൾ സമരം നടത്തുകയാണ്. അവർക്കോ SFIക്കോ പറയാൻ പറ്റുമോ? എനിക്കൊരാളിനോട് പ്രണയം തോന്നി, ആ പ്രണയം പാടില്ല എന്ന് പറയാൻ മറ്റൊരാൾക്ക് അവകാശമുണ്ടോ? അതെൻ്റെ തീരുമാനം എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹം. നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ സ്നേഹിക്കണ്ട, വെറുത്തോളൂ ഭാരതത്തെ, ഭാരതാംബയെ, ഭാരതമാതാവിനെയും വെറുത്തോളൂ, കാവ്യ നിറത്തെയും വെറുത്തോളൂ. പക്ഷെ മറ്റൊരാളിനെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അധികാരമുണ്ട്. അദ്ദേഹം ഗവർണറാണ്. അവിടെ ഏത് പടം വെക്കണമെന്ന് ചോദിക്കുന്ന ശിവൻകുട്ടിയും പ്രസാദും മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, അദ്ദേഹമാണ്. ചുണയുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റ്. SFIക്കാർക്ക് സംഘബലമുണ്ടല്ലോ, CPMന് സംഘബലമുണ്ടല്ലോ, ചുണയുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റ്. BJP കേരളത്തിൽ നിങ്ങളുടെ അത്രയും ശക്തിയുള്ള പാർട്ടിയുമല്ലല്ലോ. ചുണയുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റ്.